എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഓലൻ തേങ്ങാപ്പാലൊന്നും ചേർക്കാണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ചുവന്ന പയർ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നേരം കുതിർത്താനായിട്ട് വെള്ളത്തിലിടാം. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ പയർ വേഗം തന്നെ വെന്ത് കിട്ടും. കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു കഷ്ണം മത്തങ്ങ തോലൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല മെലിഞ്ഞ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പച്ചമുളക് മാത്രമേ ഇടണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ വേവാൻ ഒരുപാട് സമയമൊന്നും ആവില്ല, ഒരു 10 മിനിറ്റിനുള്ളിലേ ആവുള്ളൂ. ഇപ്പോൾ അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ ചുവന്ന പയർ ചേർത്ത് കൊടുക്കാം. പയറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, അത് കാരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം. കാരണം ഈ നല്ല ഫ്രഷ് കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ തിളക്കട്ടെ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഓലൻ വന്നിട്ട് ഒരുപാട് ലൂസായിട്ട് ഉണ്ടാവില്ല, കുറച്ചിങ്ങനെ തിക്കായിട്ടാണ് ഉണ്ടാവുക. പിന്നെ പയർ വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം, അപ്പോഴാണ് കുറച്ച് തിക്കായിട്ട് വരുള്ളൂ ഓലൻ. ഇനി അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓലൻ റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഓലനാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ വരികയാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.